വെൽക്കം ബാക്ക് ടു ഡാനീസ് ബൈ നന്ദ. അപ്പോൾ നാളെയാണ് എൻ്റെ MBA ലൈഫിലെ ലാസ്റ്റ് എക്സാം. അതുപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫിലെ ലാസ്റ്റ് എക്സാം നാളെയാണ്. ഇനി ഞാൻ ഹയർ സ്റ്റഡീസ് പഠിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇൻ കേസ് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇതുപോലെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ വെച്ചു ആ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. സോ ഇന്ന് എൻ്റെ ഒരു സ്റ്റഡി വ്ലോഗും നാളത്തെ കോളേജിൽ പോയിട്ടുള്ള എക്സാം എഴുതുന്ന വിശേഷങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചധികം നാളായി. മെയ് 10-നും 11-നായിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഇത്. പക്ഷേ എക്സാംസും പ്രോജക്റ്റും പ്രസൻറ്റേഷൻ അങ്ങനെ കുറേ സാധനം കണ്ടിന്യൂസ് ബാക്ക് ടു ബാക്ക് വന്നപ്പോൾ എനിക്കിതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് എൻ്റെ ലാസ്റ്റ് എക്സാം ഡേ ആണ്. SHRMൻ്റെ പേപ്പർ. ഞാനിത് 10-ാം തീയതി ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാനോ ഓരോ ടോപ്പിക്സൊക്കെ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊരു 8:30 അങ്ങനെ ആയപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. നമുക്ക് 9 മണി വരെയാണ് മിസ് ഓപ്പൺ ടൈം. സോ ഇന്ന് സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണിയാണ് കഴിക്കുന്നത്. ഇവിടെ മെസ്സിൽ ചിക്കൻ ബിരിയാണിയാണ്. കൂടെ പപ്പടമുണ്ട്. അത് ഇവിടുന്ന് തരുന്നില്ല, നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടമാണ്. ആൻഡ് ഇവിടുത്തെ പപ്പടത്തെ ഇതേപോലെയോ ഇല്ല കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ ബിരിയാണി കണ്ടെങ്ങനെ ഇങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാവുക ഇവിടുത്തത്. ചില ദിവസം കൊള്ളാം, ചില ദിവസം നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. വീണ്ടും ഞാനിത് റിട്ടേൺ ബാക്ക് ടു പഠിപ്പ്. അങ്ങനെ അത്യാവശ്യം കുറച്ച് എല്ലാ ടോപ്പിക്സും കവറപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ. സോ ടോപ്പിക്സൊക്കെ കവർ ചെയ്തു. ഒരു 9:30 to 10 ഉള്ളിൽ നമുക്ക് അറ്റൻഡൻസ് ഇടണം. സോ ഞാനിത് പഞ്ച് ചെയ്യാൻ പോവാണ്. നമുക്ക് ഹോസ്റ്റലിൽ ഇല്ല എന്നുള്ളതിന് വേണ്ടിയിട്ട്. നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ടു റിവൈസ് സം ബേസിക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ്. സോ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഇതും ഒരു കുർത്തിയാണ്. ആൻഡ് ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ജസ്റ്റ് മോർണിംഗ് ക്വിക്ക് റിവിഷൻ എല്ലാ ടോപ്പിക്സിൻ്റെയും മെയിൻ പോയിൻറ്റ്സ് മാത്രം വെറുതെ വായിച്ച് നോക്കുന്നുണ്ട്. 9 മണിക്കാണ് എൻ്റെ എക്സാം വരുന്നത്. രാവിലെ 9 to 12. 9 മണിക്ക് മാതിരി കഷ്ടം പിടിച്ച ടൈമായിപ്പോയി. 10 മണി പിന്നെയും നമുക്ക് ഒപ്പിക്കാം. പക്ഷെ 9 വൈകിട്ട് ടൈമായിപ്പോയി. സോ ഗൈസ്, എക്സാം ഡേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പോവാം. ഇന്നലെ രാത്രി പ്രതീക്ഷിക്കാതെ കോരിച്ചൊരിയുന്ന മഴ, ഇടി, മിന്നൽ, വെടിപ്പൊക്കെ അങ്ങനത്തെ ഒരവസ്ഥ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണത് ഇത്. ഹായ് ഗൈസ്, ലാസ്റ്റ് എക്സാമാണ്. അതിൻ്റെ ഒരു ചൂടെന്തോ തോന്നുന്നില്ല. എന്തായാലും ഇപ്പം രാവിലെ എഴുന്നേറ്റു, കുറച്ച് വായിച്ചു നോക്കി. എന്നിട്ടിപ്പോൾ ഞാൻ എക്സാം എഴുതാൻ പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് വെറുതെ ഓർക്കാൻ വായിച്ചു നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ വെറുതെ അപ്പം അങ്ങനെ നമുക്ക് എക്സാം ഉള്ളപ്പോൾ. കോളേജിൻ്റെ അകത്തുള്ള മറ്റൊരു ഫെസിലിറ്റിയാണ് ഈ ഒരു വണ്ടി. ഇത് നമുക്ക് ചില സമയങ്ങളിൽ കിട്ടും. എനിക്ക് എൻ്റെ ഫസ്റ്റ് എക്സാം ഡേയും കിട്ടി, ഇതേ ലാസ്റ്റ് എക്സാം ഡേയും കിട്ടി. എന്തോ ഒരു കോയിൻസിഡൻസ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തോ ഈ ഒരു വണ്ടിയിൽ പോകുമ്പോഴുള്ള ഗുണം വേഗം ഡിപ്പാർട്ട്മെൻറ്റിൽ എത്താൻ നടക്കാനുള്ള പണിയും ഇല്ല. സോ ഫൈനലി ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. നമ്മളെല്ലാവരും ഇത് പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ആൻഡ് എക്സാമൊക്കെ നല്ലപടിയായിട്ട് കഴിഞ്ഞു. തിരിച്ചതേ നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകുവാണ്. ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇനി എക്സാം എഴുതണ്ട. ഇനിയും ഒരു സംഭവം കൂടെ ബാക്കിയുണ്ട്. ദാറ്റ്സ് അവർ പ്രോജക്റ്റ്. സോ പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ, റിപ്പോർട്ട് സബ്മിഷൻ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കൂടെ ബാക്കിയുണ്ട്. അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് ഞാനിത് എൻ്റെ ഹോസ്റ്റലിൽ പോയി. സോ ദിസ് ഈസ് അവർ സത്പുര. സോ ഗൈസ്, ഇന്നായിരുന്നു എൻ്റെ ലൈഫിലെ ലാസ്റ്റ് എക്സാം. MBA ലൈഫിലെ ലാസ്റ്റ് എക്സാം ഇന്നായിരുന്നു. അത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൊജക്റ്റ് ബാക്കിയുണ്ട്. പ്രൊജക്റ്റൂടെ കഴിഞ്ഞാലേ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിയുള്ളൂ. അതെന്തായാലും ഒരു മെയ് 15-നുള്ളിൽ ഉണ്ടാവുമെന്നാണ് ഇതുവരെ കിട്ടിയ അറിയിപ്പ്. ഇന്നത്തെ എക്സാം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട്. ആകെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് തിയറി എക്സാം ആയതുകൊണ്ട് കൈ നല്ലപോലെ വേദനിച്ച് എഴുതാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതൊഴിച്ച് ബാക്കിയൊക്കെ നല്ലതാണ്. പിന്നെന്താ, ഇനിയിപ്പം ഇവിടെ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. നമുക്ക് നാട്ടിലേക്ക് കുറച്ച് പാർസൽ അയക്കാനുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പോവും. ആൻഡ് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഒരു കുട്ടി എക്സാം ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.